എല്ലാവർക്കും വാമീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നെന്താ വിശേഷം എന്ന് വെച്ചാൽ ഞങ്ങൾ വാമി മോൾക്കൊരു പൂച്ചക്കുട്ടിയെ വാങ്ങിക്കാൻ പോവുകയാണ്. അവൾക്ക് നേരത്തെ ഒരു വെള്ളപ്പൂച്ച ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചത്തുപോയതുകൊണ്ട് ആൾ ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു പുതിയ പൂച്ചയെ വാങ്ങിക്കൊടുക്കാമെന്ന്. ആളൊരു യാത്രാപ്രിയങ്കരി, അതുകൊണ്ട് തന്നെ കാറിൽ പോകാനും പുറത്തു പോകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ കൂടെ ഞങ്ങളുടെ അനിയൻ കാശിക്കുട്ടനുണ്ട്. പൊന്നിക്കുട്ടൻ എന്തൊക്കെയോ തന്നെ ആലോചിച്ചിരുന്നു. ചിരിയും ആലോചനയും കളിയൊക്കെയാണ്. എന്താ അവൾ ആലോചിക്കുന്നതെന്ന് അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. പത്തനംതിട്ട സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ അടുത്തുള്ള പെറ്റ് ഷോപ്പിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. അവിടെ വെളിയിൽ നല്ല ക്യൂട്ട് പട്ടിക്കുട്ടികളെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിഷ്ണുവിനും വാവയും കൂടി ഇതാ പൂച്ചക്കുഞ്ഞിനെ നോക്കാൻ പോവുകയാണ്. കുഞ്ഞി പട്ടിക്കുട്ടന്മാരെ കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. എനിക്ക് ഈ ബ്ലാക്കിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പൂച്ചയുടെ വെറൈറ്റി കളറുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ഗ്രേയും ഓറഞ്ചിനും ഒക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ പൊന്നിക്കുട്ടനെ എടുത്ത് കാണിച്ചപ്പോൾ ആൾക്ക് വെള്ളപ്പൂച്ചയാണെന്ന് തോന്നുന്നു ഇഷ്ടം. ഇതിനൊക്കെ കണ്ടിട്ട് കരയുകയായിരുന്നു. ഞങ്ങൾക്ക് ഈ ഗ്രേയെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പിന്നെ ആൾക്ക് വെള്ള വേണമെന്നുള്ളത് കൊണ്ടും ഇവിടെ വെള്ളം ഇല്ലായിരുന്നത് കൊണ്ടും ഞങ്ങൾ പിന്നെ വേറൊരു ഷോപ്പിലും കൂടി പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ അവൈലബിൾ ആയിരുന്ന എല്ലാ പൂച്ചക്കുഞ്ഞിനും പൊന്നിക്കുട്ടനെ എടുത്ത് കാണിച്ചു കൊടുത്തു. അവൾക്കാണെങ്കിൽ എല്ലാത്തിനും കണ്ടിട്ട് കരച്ചില്ലായിരുന്നു. എന്ത് പറ്റിയാണെന്ന് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ കുമ്പഴേ പോകുന്ന വഴിക്കുള്ള മിക്കി പെറ്റ് ഷോപ്പിലേക്ക് പോയി. ഇതാണ് മിക്കി പെറ്റ് ഷോപ്പ്. ഇത് ശരിക്കും ഒരു മിനി സൂ തന്നെയാണ്. അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാകും. നമുക്ക് മിക്കി പെറ്റ് ഷോപ്പിലേക്ക് കയറാം. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വിവിധ തരം പക്ഷികളെയും ഇഗ്വാനയൊക്കെ കാണാൻ സാധിക്കും. കിളികളുടെ തന്നെ വെറൈറ്റി കളക്ഷൻ ഒരുപാടുണ്ട് ഇവിടെ. ഇവിടെ ഇന്ന് ആകെ 2 പൂച്ച അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. ഒരു ബ്ലാക്കും വൈറ്റും. ഭാഗ്യത്തിന് നമുക്ക് വൈറ്റിനെ കിട്ടി. ഇവിടെ പാമ്പുകളുടെ കളക്ഷൻ ഉണ്ട്, അതേപോലെ മീനുകളുടെ കളക്ഷൻ ഉണ്ട്. ഇവിടെയുള്ള പാമ്പുകളെയും മീനുകളെയും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാം ഒന്നും പറ്റില്ല, കുറേയൊക്കെ ഞാൻ കാണിക്കാം. ഞങ്ങൾ ആ വെള്ളപ്പൂച്ചയെ തന്നെ വാങ്ങിച്ചു. അതിനവർ ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോയി കുളിപ്പിച്ച് നഖമൊക്കെ വെട്ടിയിട്ടാണ് നമുക്ക് തരുന്നത്. കുളിപ്പിച്ച് ഗ്രൂം ചെയ്ത് കിട്ടാൻ കുറച്ച് സമയം എടുത്തു. ആ സമയത്താണ് ഞങ്ങൾ ഈ പാമ്പുകളെയും മീനുകളെയും എല്ലാം ഒന്ന് കാണാമെന്ന് വെച്ചു. കുഞ്ഞിനാണേലും മീനിനെയൊക്കെ കാണാൻ വളരെ ഇഷ്ടമായതുകൊണ്ട് മൊത്തം ഒന്ന് കൊണ്ട് നടന്ന് കാണിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് പൂച്ചയെ ഗ്രൂം ചെയ്ത് കിട്ടി. ഞങ്ങളിനി തിരിച്ചു പോവുകയാണ്. പഴയ ഞങ്ങളുടെ പൂച്ചയെ പോലെ തന്നെ ഈ പൂച്ചയും പൊന്നിക്കുട്ടനും പെട്ടെന്ന് തമ്മിലിണങ്ങി. ഞങ്ങളവന് സ്നോബൽ എന്ന് പേരിട്ടു. അങ്ങനെ പൊന്നിക്കുട്ടനും സ്നോബലുമാണ് ഇപ്പോഴത്തെ കൂട്ടുകാർ. ഇത്രയേ ഉള്ളൂ ഗൈസ് വിശേഷങ്ങൾ. കൂടുതൽ വിശേഷമായി വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്